പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 51 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യം ഉണ്ടായി വരും, ഇതിനോട് ഒരിദന്തവാമയായും വരും. ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിടുന്നു. അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, ഇതിനോട് ഒരിദന്തവാമയായും വരും. ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിടുന്നു. നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം. അറിവിലിരുന്ന്, അധിഷ്ഠാനമായ അറിവിൽ നിന്ന് ഒരു അഹന്ത, ഒരു അഹംബോധം ആദ്യം ഉണ്ടായി വരും, ആദ്യം മുളപ്പൊട്ടും. ഇതിനോട്, ഇതിൻ്റെ കൂടെ ഒരു ഇദന്ത, ഒരു പ്രാപഞ്ചിക ബോധവും വാമയായും വരും, അഹന്തയ്ക്ക് പരിപൂരകമായി ഉണ്ടാകും. ഇവ, ഈ അഹന്തയും ഇദന്തയും രണ്ടുലഭങ്ങൾ പോലെ, രണ്ട് വള്ളിച്ചെടികൾ പോലെ മായാമരം, മായാമരം അഖിലം മറയെ, അറിവിനെ പൂർണ്ണമായി മറച്ചു വയ്ക്കത്തക്കവണ്ണം പടർന്നിടുന്നു, പടർന്ന് പന്തലിക്കുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. അധിഷ്ഠാനമായ അറിവിൽ നിന്ന് ഒരു അഹംബോധം ആദ്യം മുളപ്പൊട്ടും. ഇതിൻ്റെ കൂടെ ഒരു പ്രാപഞ്ചിക ബോധവും അഹന്തയ്ക്ക് പരിപൂരകമായി ഉണ്ടാകും. ഈ അഹന്തയും ഇദന്തയും രണ്ട് വള്ളിച്ചെടികൾ പോലെ മായാമരം അറിവിനെ പൂർണ്ണമായി മറച്ചു വയ്ക്കത്തക്കവണ്ണം പടർന്നു പന്തലിക്കുന്നു. നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. നാം അറിവാണ്, അറിവ് മാത്രമാണ്. അറിവില്ലാതെ വേറൊരു സത്ത നമുക്കില്ല. തൃപാദങ്ങൾ ഈ മന്ത്രത്തിലൂടെ എല്ലാം നമുക്ക് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഉപദേശിച്ചു തരുന്ന ഒരു കാര്യമാണ്, നാം അറിവാണെന്ന്. അറിവ് മാത്രമാണ്, അറിവിനെ വിട്ടൊരു വേറൊരു സത്ത നമുക്കില്ല. എന്നാൽ ഈ കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നു, അല്ലേ? പലപ്പോഴും ഈ കാര്യം നമ്മൾ വിസ്മരിച്ചു പോകും. അങ്ങനെ വിസ്മരിക്കാനുള്ള കാരണം എന്താണ്? മായയുടെ അതിപ്രസരം തന്നെയാണ്. നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് മായയുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് നാം അറിവാണ് എന്നുള്ള കാര്യം നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നത്. വിസ്മരണ പ്രക്രിയയ്ക്ക് കാരണമായേക്കാവുന്ന മായാതത്വത്തിൻ്റെ സ്വഭാവത്തെ ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്. അധിഷ്ഠാനമായിരിക്കുന്ന അറിവാണ് സകലതിനെയും പ്രസവിക്കുന്ന അമ്മ. എണ്ണിയാലൊടുങ്ങാത്ത പ്രപഞ്ചജാലങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ കേവലമായിരിക്കുന്ന അറിവ് സ്വയം ഭിന്നിക്കുന്നു. ആദ്യം അഹന്തയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അഹന്തയിൽ ജ്ഞാതൃത്വവും കർത്തൃത്വവും ഭോക്തൃത്വവും അടങ്ങിയിട്ടുണ്ട്. ജീവന്റെ ആവശ്യങ്ങളെ പരിപൂരണം ചെയ്യാനാണ് പ്രപഞ്ചം വിരചിതമായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെയാണ് ഇദന്ത എന്ന് പറയുന്നത്. അഹന്തയും ഇദന്തയും പരസ്പരം വേഴ്ചയിൽ ഏർപ്പെടുന്നതാണ് വ്യാവഹാരികത. ഈ വ്യാവഹാരത്തിൽ നിന്നും മനസ്സ് വളരാൻ തുടങ്ങുന്നു. അത് പ്രാതിഭാസിക ലോകത്തെ ഉണ്ടാക്കുന്നു. ഇതോടെ അറിവിൻ്റെ നിരുപാധിക പ്രതലത്തിൽ നിന്നും നാം അടർന്നു പോയി കഴിഞ്ഞിരിക്കും. രണ്ട് വള്ളിച്ചെടികൾ വന്ന് ഒരു മരത്തെ മറയ്ക്കുന്നത് പോലെയാണ് ഇവിടെ മായാമരത്തിലിരിക്കുന്ന അഹന്തയും ഇദന്തയും ആകുന്ന വള്ളികൾ ജ്ഞാനസ്വരൂപത്തെ മറച്ചുകൊണ്ട് തഴച്ചു വളരുന്നത്. ആത്മവിസ്മരണത്തിൻ്റെ മൂലകാരണം വേദനിപ്പിക്കുന്ന ഈ ശ്ലോകം ധ്യാനിച്ചുറപ്പിച്ചാലേ തൃപ്പാദങ്ങളുടെ തത്വാവരണത്തിൻ്റെ രീതിവിധാനം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 51 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു.
അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.